എല്ലാവരോടും കൃപാസനത്തിനെക്കുറിച്ചും അമ്മയെക്കുറിച്ചും ഈശോയെക്കുറിച്ചും പറയാൻ മാത്രമേ ഇപ്പോൾ എൻ്റെ നാവ് പൊങ്ങുന്നുള്ളൂ. അതാണ് സത്യം. വരുന്ന വഴിയിലും പോകുന്ന വഴിയിലും എല്ലാം. കാര്യം അമ്മ ചെറുതും വലുതുമായിട്ടുള്ള ഇതിനിടയ്ക്കുള്ള ഒത്തിരി അനുഗ്രഹങ്ങൾ എനിക്ക് തന്ന്. എനിക്ക് ഇവിടെ ആദ്യം ഉടമ്പടി എടുക്കാൻ വരാനായിട്ട് ഒരു പൈസ പോലും കയ്യിലില്ല. പക്ഷേ എനിക്ക് അമ്മയെ കാണണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. ഒന്നുമില്ല. അപ്പം ഞാൻ സന്ധ്യയ്ക്ക് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പം എവിടുന്ന് എനിക്ക് പൈസ കിട്ടും? വണ്ടിക്കൂലിക്ക് പോലും പൈസ ഇല്ല. വണ്ടിക്കൂലി എടുത്ത് വന്നെങ്കിൽ ഇവിടം വരെ വരാൻ പറ്റും. ഞാൻ കൊല്ലത്തു നിന്നാണ് വരുന്നത്. ഏകദേശം എങ്ങനെ പോയാലും ചിലവും കാര്യമെല്ലാം കൂടെ ഒരു 800 രൂപ വേണം. പക്ഷേ എവിടുന്ന് എങ്ങനെ കിട്ടുമെന്നുള്ളൊരു പ്രാർത്ഥനയെ ഞാൻ കണ്ണടച്ച് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ സന്ധ്യാപ്രാർത്ഥനയ്ക്ക് എൻ്റെ മൊബൈലിലേക്ക് മെസ്സേജ് വരിക. എന്തുവാണെന്ന് ഞാൻ ഇങ്ങനെ കണ്ണടയ്ക്കൂടെ തുറന്ന് നോക്കിയപ്പോൾ എൻ്റെ മകൻ്റെ അക്കൗണ്ടിലേക്ക് എനിക്ക് 2000 രൂപ വന്നിരിക്കുന്നു. എവിടുന്നാ എങ്ങനെയാണ് ആരിട്ടൊന്നും എനിക്കറിയത്തില്ല. പക്ഷേ അമ്മ എനിക്ക് ഇവിടെ വരാൻ വേണ്ടി തന്നെയാണെന്ന് എനിക്ക് മനസ്സിലായി. ആ രാത്രി പോയി ഞാൻ എടുത്ത് വെളുപ്പിനെ 6 മണിക്കുള്ള ബസ്സിന് ഞാനിവിടെ അമ്മയെ കാണാൻ വേണ്ടിയാണ് 22-ാം തീയതി ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത്.